ഹലോ, ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുമ്പളങ്ങ, മാങ്ങ, പിന്നെ ഉള്ളി, വേപ്പില, വറ്റൽമുളക്, അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ച് മാറ്റി വെക്കാം. അതിന് തേങ്ങയിലോട്ട് കുരുമുളക്, ജീരകം, ഉള്ളി, ഇഞ്ചി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കുമ്പളങ്ങ, മാങ്ങ, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നമ്മളിപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളക്കണ്ട കേട്ടോ. ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫാക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാട്ടാം. ഇനി ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് ലാസ്റ്റ് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. വെച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.